ഹലോ കൂട്ടുകാരെ, നമ്മളിന്നൊരു അടിപൊളി പ്രോൺസ് പിക്കിളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു കിലോയോളം വൃത്തിയാക്കിയപ്പോഴത്തേനും കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്കതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം ആദ്യമേ. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് നമ്മളൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുവാണേ. അപ്പോൾ അതങ്ങനെ ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നന്നായിരിക്കും. അതെല്ലാം പുറത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് മസാല പിടിക്കും. അപ്പോൾ ഒരു അരമണിക്കൂർ നമുക്കത് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അത്യാവശ്യം നല്ല മുഴുപ്പുള്ള കൊഞ്ചാണ് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാവേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്കത് വറക്കാനിടാവേ. അപ്പോൾ നമ്മളത് രണ്ടായിട്ട് വറുത്ത് കോരാം. ഒരുമിച്ച് തവയിൽ കൊള്ളതില്ലായിരുന്നു, അതുകൊണ്ട് രണ്ടായിട്ടാണ് വറുത്ത് കോരുന്നത്. അപ്പോൾ തിരിച്ച് മറിച്ച് വിട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഈ പരുവത്തിലൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പം മൊത്തം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നല്ലെണ്ണ ചെയ്യുന്നതാണ് നല്ലത്. നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പം വെളുത്തുള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. നമ്മളിത് 15 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ടേക്കണേ. അപ്പം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ആ കൂടെ ഇട്ടായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ മറന്നു പോയതാണ്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് മൂത്ത് വരുമ്പോഴത്തേനും ഒരു 3 പച്ചമുളകാണ് ഞാൻ ചേർത്തേക്കുന്നത് കേട്ടോ. 3 പച്ചമുളകും കൂടി ഇട്ട് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഈ പരുവത്തിൽ വെള്ളം പറ്റി നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം. അപ്പം നമുക്കൊന്ന് ഇറക്കി വെച്ചിട്ട് മസാല ചേർക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇറക്കി വെച്ചിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ കായവും, 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഒന്നിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ തീയെന്ന് വാങ്ങി വെച്ചിട്ടാണ് ചെയ്യുന്നത്. മുളക് പൊടിയെല്ലാം കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗ്രേവി കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ വിനെഗറാണ് ഇപ്പോൾ ചേർത്തത്. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ആദ്യമേ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഒഴിച്ച് കൊടുത്തു. നമുക്ക് ശകലം കൂടി ഗ്രേവി ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലോട്ട് വറുത്ത് വെച്ചേക്കുന്നത് കൊഞ്ചിട്ട് കൊടുക്കാം. പെട്ടെന്നുണ്ടാക്കാവുന്നൊരു അച്ചാറാണ് കേട്ടോ. നമുക്ക് ഇപ്പം വീട്ടിലൊന്നും മീൻ മേടിക്കാൻ പറ്റിയില്ലെങ്കിലും ഇത് അത്യാവശ്യം ഇത് കൂട്ടി നമുക്ക് പിള്ളേർക്ക് ചോറ് കൊടുക്കാനൊക്കെ നല്ലതാണ്. അവർ കഴിക്കുകയും ചെയ്തോളും, ചോറും വയറ് നിറച്ച് കഴിച്ചോളും. അപ്പം ഇത് കുറച്ച് ഈ കൊഞ്ചിന് വില കുറവുള്ളപ്പം കുറച്ച് മേടിച്ച് അച്ചാറിട്ട് വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. ഒരുപാട് ടൈമൊന്നും വേണ്ട, പൊളിച്ചെടുക്കാനുള്ള സമയമുള്ളൂ. അച്ചാറിടാൻ ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം ഗ്രേവി ഇച്ചിരിയും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു വെള്ളം ചേർത്ത് കൊടുക്കാവേ. ചൂടുവെള്ളം ഒഴിക്കാവുള്ളതേ ഉള്ളൂ. അപ്പം ഞാനൊരു കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഡ്രൈ ആയി കഴിയുമ്പോൾ തീരെ ഗ്രേവി ഇല്ലാണ്ടായി പോവേ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് ഓപ്ഷനിലാണ്. ഉലുവാപ്പൊടിയും കായമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇനിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി പ്രോൺസ് പിക്കിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. താങ്ക് യു.